ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അതുൽ സുഭാഷിന് സംഭവിച്ച ആ കാര്യത്തിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ തന്നെ ഓരോ ആൾക്കാരും അതായത് ഓരോ ഇന്ത്യൻസിന്റെ അടുത്തും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതായത് ഇന്ത്യയിൽ എത്രമാത്രം സേഫ്റ്റിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ നിയമം എത്രമാത്രം പുരുഷന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന്. കാരണം ഈ ഒരു ചോദ്യം വരാനുള്ള കാരണം എന്താ വെച്ചാൽ ട്വിറ്ററിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള 3 ഹാഷ്ടാഗ് ട്രെൻഡിങ് ആണ്. എങ്കിൽ പോലും അതിന്റെ താഴെയോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിനെ റീപോസ്റ്റ് ചെയ്യാനോ എത്ര സെലിബ്രിറ്റികൾ വന്നു, അതുപോലെ തന്നെ എത്ര ആക്ടിവിസ്റ്റുകൾ വന്നു, എത്ര വുമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നു. ഇങ്ങനെ ഒരു കമ്മീഷനും സംസാരിച്ചിട്ടുള്ള സെലിബ്രിറ്റികൾ പോയിട്ട് ഒരു വെരിഫൈഡ് ടിക്കുള്ള ആളിൽ തന്നെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ അവർ മടി കാണിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടന്നിട്ടുള്ള മറ്റു കാര്യങ്ങളെ കൊണ്ട് അവർ ട്വീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അതായത് സിറിയനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ആദ്യം വീഡിയോ എടുത്തു വെച്ചത്. അതായത് ഇസ്രായേൽ അവിടെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു കാര്യം ആരും തന്നെ സംസാരിക്കാതെ ഇങ്ങനെ മൂടി മറയ്ക്കുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനെങ്ങാനും അത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തത്. എന്താ സംഭവിച്ചതെന്ന് അറിയാത്തവർക്ക് പറയാം. അതായത് ബാംഗ്ലൂരിൽ ഒരു 34 വയസ്സുകാരൻ, അതായത് ബീഹാറിലാണ് ഉള്ളത്, ബീഹാറിൽ നിന്ന് പണിയെടുക്കാൻ വേണ്ടി, അതായത് ഈ എഞ്ചിനീയറും അതുപോലെ തന്നെ AI ടെക്നോളജിയിലെല്ലാം അഡ്വാൻസ്ഡ് ആയി പോയി ഒരു കമ്പനിയിൽ നല്ല പൊസിഷനിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ബാംഗ്ലൂരിലാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ പണിയെടുക്കുന്ന സമയത്ത് 2019 തന്നെ ഇവർക്ക് മാരീഡ് ആവുന്നു. മാരേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മാട്രിമോണി വഴി ബന്ധപ്പെട്ട് അങ്ങനെ മാരേജ് കഴിയുന്നു. 2020 ഇവർക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നു. 2021 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള പ്രധാന കാരണം പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ഇദ്ദേഹം ഒരു AI എല്ലാം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പൊസിഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ AIന്റെ ഡിമാൻഡ് എത്രമാത്രം ഉണ്ടെന്നും നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സാലറി എത്രയുണ്ടെന്നും ഊഹിച്ചു നോക്കാം. പക്ഷെ അങ്ങനെ കിട്ടുന്ന സാലറി എല്ലാം തന്നെ ഈ ഓരോ മാസവും കുറേ വലിയ വലിയ തുകകൾ ഈ ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഭാര്യന്റെ വീട്ടിലുള്ള അതായത് ഹൗസ് റിനോവേഷൻ, അതുപോലെ തന്നെ ഹൗസ് മൊത്തമായിട്ടും ബിൽഡ് ചെയ്യാനും പുതിയ വീട് വാങ്ങാനും, അതുപോലെ തന്നെ അതായത് ഭാര്യന്റെ വീട്ടുകാർക്കുള്ള ഓരോ ചെലവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം നല്ലൊരു തുക കിട്ടുന്നതിൽ ഏകദേശം 80 to 90% കൊടുക്കണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഇത് പറ്റില്ല എന്നൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറയുന്നു, ഇനി എനിക്ക് തരാൻ പറ്റില്ല, ഇത് എന്റെ വീട്ടുകാരെയും എനിക്ക് നോക്കണം. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഡിവോഴ്സ് ഫയൽ ചെയ്ത് ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞ് ഒരു മാസം 40,000 രൂപ വെച്ച്, അതായത് ഈ കൊച്ചിനെ നോക്കാൻ വേണ്ടി അതായത് ഈ ഓർഡർ ചെയ്യാണ്. അതായത് ഇങ്ങനെ 40,000 രൂപ നിങ്ങൾ കൊടുക്കണമെന്ന്. പക്ഷെ അത് പോരാ. അതായത് ഈ ഹസ്ബൻഡിന് നല്ല സാലറി കിട്ടുന്നുണ്ട് എന്ന് അവർക്കറിയാലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇവന്റെ സാലറി ഡ്രെയിൻ ചെയ്യിക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കെതിരെയും അതുപോലെ തന്നെ ഹസ്ബൻഡിനെതിരെയും അതായത് ഓരോ ദിവസവും ഇങ്ങനെ കേസുകൾ, അതായത് ഫേക്ക് ആയിട്ടുള്ള കേസുകൾ ഈ ഭാര്യ വീട്ടുകാരും ഭാര്യയും കൂടെ ചെയ്യുന്നു. എന്തൊക്കെ കേസാന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പേടിച്ചു. മർഡർ, ഡൗറി കേസ്, അതുപോലെ തന്നെ മെന്റൽ ഹറാസ്മെന്റ്, ഇങ്ങനെ പല തരത്തിലുള്ള കേസുകൾ, ഏകദേശം 8 കേസസോളം ഫാൾസ് കേസസോളം ഇദ്ദേഹത്തിനെതിരെ ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതായത് ബാംഗ്ലൂരിലല്ല, ഉത്തർപ്രദേശിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താ വെച്ചാൽ അതായത് കേസും കാര്യങ്ങളും മൊത്തം നടക്കുന്നത് ഉത്തർപ്രദേശിലായിരിക്കും. അപ്പോൾ വിക്ടിമിന് അതായത് കോടതിയിൽ പോയില്ലെങ്കിലും കൾപ്രിറ്റ് എന്തായാലും പോകണം എന്നുള്ളതാണല്ലോ നമ്മുടെ നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ബാംഗ്ലൂരിന് ലീവ് എടുത്തുകൊണ്ട് ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ പിടിച്ച് ഓരോ വട്ടം, അതായത് മാസത്തിൽ 8ഉം 9ഉം വട്ടം ഈ ഉത്തർപ്രദേശ് കോടതിയിൽ പോയി ചിലപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ടൈമോ എന്തെങ്കിലും മാറി എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി വെച്ച് അടുത്ത ദിവസത്തേന് മാറും. ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ഇദ്ദേഹം ലീവ് എടുക്കേണ്ടതായിട്ട് വരുന്നു. എന്നിട്ടും ഇദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു. അതായത് എങ്ങനെയും അതായത് ഈ ഫേക്ക് നെറേറ്റീവ്സും ഫേക്ക് കേസസ് എല്ലാം തള്ളിക്കളയണം എന്നോർത്തുകൊണ്ട്, ഫേക്ക് കേസസ് എല്ലാം തള്ളിക്കളയണം എന്നോർത്ത് ഒരു കേസ് ഇങ്ങനെ, അതായത് ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസ് തെറ്റാണ്, അതായത് ഫാൾസ് ആയി രജിസ്റ്റർ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് തെളിവെല്ലാം കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ അടുത്ത കേസ് ഇതേ ഫയൽ ചെയ്യുന്നു. ഇങ്ങനെ കേസുകൾ ഇങ്ങനെ ഫയൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് ഇദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ മരിക്കുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത്. പെട്ടെന്ന് തന്നെ ഇവര് ഇതിനെ കണക്ട് ചെയ്യാണ്. അതായത് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതായത് ഈ ഹസ്ബൻഡാണ്, ഹസ്ബൻഡിന്റെ പ്രഷർ കാരണമാണ് അതായത് എന്റെ അച്ഛൻ മരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വീണ്ടും കേസ് ചെയ്യാണ്. അത് മർഡർ കേസാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ അതായത് 2019 മാരേജ് ചെയ്യുമ്പോൾ തന്നെ അതായത് ഭാര്യയുടെ അച്ഛന് അന്ന് തന്നെ വലിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം കാണിച്ചിട്ടാണ് ഈ ഭാര്യ അതായത് ഈ കല്യാണം തന്നെ നടത്തുന്നത്. എന്റെ മരണത്തിന് മുമ്പ് കല്യാണം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് തള്ളിപ്പോകുന്നു. അങ്ങനെ ഓരോ കേസസായി ഇങ്ങനെ ഫയൽ ചെയ്യാണ്. അപ്പോൾ അതായത് ഈ അതുൽ സുഭാഷ് എന്ന് പറയുന്ന ഈ വ്യക്തി
കോടതിയിൽ പോയി പറയുകയാണ്. അതായത് ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. മെന്നിനെ ഫുള്ളായിട്ട് വിക്ടിം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു പ്രശ്നത്തിൽ എനിക്കെതിരെ ഫാൾസ് കേസസ് ആണ് രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലാണ്ട് എനിക്കും ഇതിനും ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ ഇന്നസെന്റ് അവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇദ്ദേഹം കോടതിയിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു. അതായത് ഇങ്ങനെ ഈ ഒരു ഫാൾസ് കേസസ് കൊണ്ട് ഞാനിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നു, പക്ഷെ ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ ഇന്ത്യയിൽ കുറെ പുരുഷന്മാര് സൂസൈഡ് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ കോടതി റൂമിൽ വെച്ച് തന്നെ പിന്നെ നീ എന്തിനാ ജീവിക്കുന്നത്, നിനക്കും സൂസൈഡ് ചെയ്തൂടെ എന്ന് ചോദിച്ചു. അതിനെ ജഡ്ജ് അനുകൂലിക്കുന്ന രീതിയിലാണ് ആ ജഡ്ജും ഉണ്ടായിരുന്നേ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഭാര്യയുടെ വീട്ടുകാരും നീ സൂസൈഡ് ചെയ്യ്, ഇങ്ങനെയുള്ള ടോർച്ചറുകളും ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഇതും കൂടാതെ ആ ജഡ്ജ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫാൾസ് കേസാണ് കേൾക്കുന്നവർക്കും അറിയാം, കാണുന്നവർക്കും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ജഡ്ജ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ നീ എനിക്ക് താ. ഈ 5 ലക്ഷം രൂപ ജഡ്ജിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസല്ല തന്നെ ഫാൾസ് കേസാന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളയാൻ ഞാൻ റെഡിയാണ്. പക്ഷെ 5 ലക്ഷം രൂപ നീ എനിക്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. ഇന്ത്യയിലെ ഓരോ പുരുഷനും പണിക്ക് പോകുന്നു. പുരുഷൻ എന്ന് പറയുന്നില്ല, ഇവിടെ ആരാണെങ്കിലും പണിക്ക് പോകുന്നു. പണിക്ക് പോയി ഒരു കമ്പനിയിൽ നിന്ന് ഇത്ര എമൗണ്ട് ഓഫ് പെർസെൻറ്റേജ് ഓഫ് സാലറി നമുക്ക് കിട്ടുന്നു. ആ സാലറിയിൽ നിന്ന് ഇൻകം ടാക്സ് ആയിട്ടെല്ലാം നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കുന്നു. ഈ ഗവൺമെന്റ് ഈ ടാക്സ് വാങ്ങിക്കൊണ്ട് എല്ലാവർക്കും നീതി കിട്ടണം എന്ന് പറഞ്ഞ് ഈ ജഡ്ജിനെല്ലാം ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളം വാങ്ങിയിട്ടാണ് ഇവർ വീണ്ടും ഈ കൈക്കൂലി മേടിക്കുന്നത്. ബാക്കി ഏത് ഡിപ്പാർട്ട്മെന്റിലും കൈക്കൂലി ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഈ ഒരു കോടതിയിലെങ്ങാനും കൈക്കൂലി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ എന്ത് നീതി കിട്ടാനാ? അപ്പോൾ വേറെ വഴിയില്ല, ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്നറിഞ്ഞുകൊണ്ടും ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാം എന്ന് ഇദ്ദേഹം വിചാരിക്കുകയാണ്. ഞാൻ പണിയെടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് സാലറി കിട്ടുന്നത്, എനിക്ക് സാലറി കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നത്, ഇൻകം ടാക്സ് അടയ്ക്കുന്നതുകൊണ്ടാണ് ഈ ജഡ്ജിനെല്ലാം പൈസ കൊടുക്കുന്നത്. എന്നിട്ടും അവര് എന്റെ കൂടെ നിൽക്കാതെ വിക്ടിമിന്റെ കൂടെ നിൽക്കാതെ കൾപ്രിറ്റിന്റെ കൂടെ നിന്ന് എന്റെ അടുത്ത് തന്നെ വീണ്ടും ഈ പൈസ ചോദിക്കുന്നു. ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ സ്റ്റെപ്സ് എടുത്തു. മരിക്കുന്നതിന് മുമ്പ്, സൂസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രീ പ്ലാൻ, അതുപോലെ തന്നെ പോസ്റ്റ് പ്ലാൻ ഒക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം 81 മിനിറ്റിന്റെ ഒരു വലിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്തൊക്കെ സംഭവിച്ചു എന്ന്. കല്യാണം തൊട്ട് 2019 കല്യാണം തൊട്ട് തന്നെ ഈ ജഡ്ജ് കൈക്കൂലി ചോദിച്ചു തൊട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. 2024 വരെ ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തന്റെ മകനെ വായിക്കാൻ വേണ്ടി ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 24 പേജിന്റെ ഒരു വലിയൊരു ഡോക്യുമെന്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് എന്നുള്ളത്. ഇതുകൂടാതെ മറ്റു കുറെ കാര്യങ്ങൾ, കാറാണ്, ഈ കാർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആ കാറിന്റെ ചാവി ഇന്ന സ്ഥലത്തുണ്ട്, അത് കമ്പനിക്ക് റിട്ടേൺ ചെയ്തേക്ക്. ലാപ്ടോപ്പ് അസറ്റ് കമ്പനിന്റെയാണ്, കമ്പനിക്ക് കൊടുത്തേക്ക്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അച്ഛന്, അമ്മയ്ക്ക്, അനിയന്, വീട്ടിലുള്ള ഓരോ വ്യക്തിക്കും കാർഡ് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഇതുകൂടാതെ അദ്ദേഹം ട്വിറ്ററിൽ എലോൺ മസ്കിനെയും ട്രംപിനെയും ടാഗ് ചെയ്ത് കുറെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ട്വീറ്റ് ഇപ്പോൾ ചെയ്യുന്നു, പക്ഷെ ഈ ട്വീറ്റിന് നിങ്ങൾ റിപ്ലൈ തരുമോ ഇല്ലെങ്കിലും നിങ്ങൾ റിപ്ലൈ തരുമ്പോൾ തന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. ഇന്ത്യയിലെ പുരുഷന്മാരെല്ലാം തന്നെ ജനോസൈഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പുരുഷന്മാരെല്ലാം ഇവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ടോക്സിക് വുമൺ കൾച്ചർ അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്ന വ്യക്തികൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് എങ്ങനെയും ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ കമന്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ട്വീറ്റ് എല്ലാം ചെയ്തിരുന്നു. ആ ട്വീറ്റിന്റെ അടിയിലെല്ലാം പോയി നോക്കിയാൽ നമുക്കറിയാം ഒരു ഫെമിനിസം ഉള്ളവരോ ആക്ടിവിസ്റ്റോ സെലിബ്രിറ്റീസോ അങ്ങനെ ആരും തന്നെ ഇല്ല. വെറും ഈ യങ് ജനറേഷനിലെ ആൾക്കാരെല്ലാം തന്നെ ഇതിനെ ഏറ്റുപിടുത്ത് ഈ റൂൾസ് എല്ലാം മാറ്റണം എന്നുള്ളത് മാത്രം അവരുടെ അഭിപ്രായം. ഇവിടെ ഈക്വൽ റെസ്പെക്ട് ഒന്നുമില്ല. സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം സംസാരിക്കാനും ഇന്ത്യ മൊത്തം കത്തിക്കാനും എല്ലാവരും റെഡിയാണ്. ക്യാൻഡിൽ മാർച്ചും അങ്ങനെ എല്ലാം അത് ചെയ്യണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതേ ഈക്വൽ റെസ്പെക്റ്റും ഈക്വൽ പ്രയോറിറ്റിയും എല്ലാ കാര്യങ്ങളും ഇവിടെ ഈക്വാലിറ്റി മൊത്തം പുരുഷന്മാർക്കും വേണ്ടേ. പക്ഷെ ഇത് ചെയ്യാൻ ഇന്ത്യയിലുള്ള ഒരാളും തയ്യാറല്ല. അപ്പോൾ ഇത് ഓരോ ആൾക്കാരും സംസാരിക്കണം. ഓരോ ആൾക്കാരും ഇങ്ങനെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോടതിയിൽ വന്ന് എല്ലാ കാര്യങ്ങളും ഈ കോടതിയിൽ പറ്റുന്നില്ലെങ്കിൽ സീനിയർ കോടതികളിൽ പോകണം. അല്ലാണ്ട് വേറെ ഒരു രീതിയും